ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇറ്റ്സ് മീ ഹോമോ ചാമ്പ്യൻ. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ്. ഇത് BS4 3 ആയിട്ട് തോന്നുമെങ്കിലും BS4 ഫസ്റ്റ് എഡീഷൻ വണ്ടിയാണ്, 2016 മോഡൽ. ഇതിൽ നമ്മൾ കുറച്ച് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ഫുൾ സർവീസ് ചെയ്യണം, പീരിയോഡിക് സർവീസ് ചെയ്യണം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം ഇതിൻ്റെ ടാങ്ക്, ഫ്യൂൽ ടാങ്ക്, അതായത് ഈ ഒരു വണ്ടി കുറച്ച് നാൾ എടുക്കാതിരുന്നിട്ട് ഫ്യൂൽ ടാങ്കിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള തുരുമ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യുവാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളെ വണ്ടിയുടെ കൂടെ തന്നെ ടൂൾ കിറ്റ് കിട്ടും, ഈ അലാങ്കി കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അത് വളരെ പുവർ ക്വാളിറ്റിയാണ്. അപ്പം അത് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ത്രെഡൊക്കെ പോകും. അങ്ങനെ ഇത് ഒരു അലാങ്കി സെറ്റ് വാങ്ങിക്കുക, അതൊരു 200 രൂപയാണ് വില വന്നിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് വണ്ടി ഇളക്കാൻ പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇതിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ സൈഡാണ് ഇളക്കുന്നത്. കാരണം ടാങ്കിൻ്റെ അകത്താണ് നമുക്ക് എയർ ഫിൽറ്റർ, ഇതാണ്ട് ഇവിടെയാണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. പിന്നെ ഫ്യൂൽ ഫിൽറ്റർ നമ്മൾ ഫ്യൂൽ ടാങ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും ചേഞ്ച് ചെയ്ത് ടാങ്കും ക്ലീൻ ചെയ്യാനുള്ള പ്ലാനാണ്. A few moments later. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ വണ്ടിയുടെ കിറ്റ് മൊത്തം അഴിച്ചിട്ടുണ്ട്, നമ്മൾ ടാങ്ക് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ തുരുമ്പ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തുരുമ്പ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ റസ്റ്റ് നമുക്ക് 3 ടൈപ്പിൽ റിമൂവ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സാൻഡ് പേപ്പർ പിടിക്കുക, ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ കൈ അകത്ത് കയറും. അപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ പിടിച്ചിട്ട് റസ്റ്റ് റിമൂവ് ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും. അപ്പോൾ അത് ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത് മറ്റേ ഇലക്ട്രോളിസിസ്, അതെന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ട് വാട്ടർ ഇട്ടിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റസ്റ്റ് മൊത്തം അതിലോട്ട് അബ്സോർവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ മെയിൻലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിയിൽ അടിഞ്ഞു കൂടിയ റസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ ഫുള്ള് റസ്റ്റ് പിടിച്ചിരിക്കുകയാണ്, നല്ല രീതിയിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മെത്തേഡ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 ഫുൾ ബോട്ടിൽ ഹാർപ്പിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഹാർപ്പിക്ക് ഒഴിച്ച് ബാക്കി ഒരു വെള്ളം ഒഴിച്ച് ടോപ്പ് അപ്പ് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ, അതായത് ഇന്ന് രാത്രിയാണ്, ഒരു 9 മണിയായി, നാളെ ഒരു 10-10:30 വരെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ വെച്ചിരിക്കുമ്പോൾ ആ ഒരു റെസ്റ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടി കഴുകുന്ന പ്രഷർ വാഷ് ഉണ്ട്, അത് വെച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ അത്യാവശ്യം നീറ്റാവും. next morning. You stole my heart
രാത്രി ഒഴിച്ചു വെച്ചതാണ് വേറെ ഒന്നുമല്ല ഹാർപ്പിക്ക്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം ഇന്നലെ രാത്രി നമ്മൾ ചെയ്തതാണ്. ഇന്നൊരു 3-4 മണിയായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറമെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ തുരുമ്പുണ്ടായിരുന്നു. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ആ തുരുമ്പ് ക്ലീനായി പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ നിന്ന് നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു തുരുമ്പുണ്ട്. അത് നമുക്ക് പ്രഷർ വാഷ് യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നമ്മൾ പഴയ ഫ്യൂൽ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ നമുക്ക് എന്താണെന്നറിയാം. ഫ്യൂൽ ഫിൽറ്റർ. അപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഓയിൽ ഫിൽറ്റർ പോലൊരു ഫിൽറ്ററാണ്. അതിൻ്റെ അകത്ത് പുറത്താണ് അഴുക്കടിഞ്ഞിരിക്കുന്നത്, അകത്തൂടെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ കോലമാണ്, ഫുള്ള് തുരുമ്പാണ്. നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം വണ്ടിയുടെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് സർവീസ് ചെയ്തു, നമ്മൾ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇവിടെ എല്ലാം കുറച്ച് പൊരിഞ്ഞിളകിയിട്ടുണ്ടായിരുന്നു, അത് ഫുൾ പെയിൻറ്റ് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് വണ്ടിയിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ പണിയും ചെയ്തു. പിന്നെ കുറേ അടുത്ത് കിറ്റ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഫിക്സ് ചെയ്തു. ചെയിൻ ലൂബ് ചെയ്തു, ഫുള്ള് ഇന്നർ സ്പ്രോക്കറ്റ് എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ടാങ്കാണ് നമ്മളെ ഇന്നത്തെ മെയിൻ വിഷയം. ടാങ്കിൻ്റെ ഇപ്പോഴത്തെ കോലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ കോലം. നല്ല രീതിയിൽ നീറ്റായിട്ടുണ്ട്. കൂടാതെ തന്നെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നമ്മളെ ഫ്യൂൽ മീറ്റർ കാണിക്കില്ലായിരുന്നു. അതായത് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ പോലും നമ്മൾ ഇവിടെ ഒന്നും കാണിക്കില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ആ സെൻസറും റെഡി ആയിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുവരെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കില്ലായിരുന്നു, ഇപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സെൻസർ വന്നിട്ട് 7000 സംതിങ് രൂപ എന്തോ വിലയുണ്ട്. അത് ഫുൾ തുരുമ്പെടുത്ത് ജാമായിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് അത് വർക്കാവാതിരുന്നത്. ഇപ്പം അതും കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. വണ്ടി പൊളിയായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ക്വിസും കൂടെ ചോദിക്കുകയാണ്. നമ്മളെ ഈ വണ്ടി BS3 ആണോ BS4 ആണോ? അപ്പോൾ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ അതും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോം ഹാപ്പി.